ഹലോ, ഞാൻ ഇന്ന് കുറച്ച് എൻ്റെ ബ്രൈഡ്സിൻ്റെ ഫോട്ടോസാണ് കേട്ടോ കാണിക്കുന്നത്. കുറേ ബ്രൈഡ്സ് ഉണ്ട്. കുറേ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഉള്ളതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബ്രൈഡൽ ലുക്സാണ്, മാരേജിനുള്ള ബ്രൈഡൽ ലുക്സാണ് കേട്ടോ. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ബ്രൈഡ്സിന് മാത്രമല്ല, ഇത് കൂടെ പോകുന്ന, അതായത് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബ്രൈഡ്സിന് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. അതുപോലെ റിസപ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. മുസ്ലിംസിനാണെങ്കിൽ തലേ ദിവസത്തെ മെഹന്തി നൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഗേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ബ്രൈഡൽസ് മാത്രമേ ഉള്ളൂ, വെഡ്ഡിങ് ബ്രൈഡൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മുസ്ലിം ബ്രൈഡ്സും ഹിന്ദു ബ്രൈഡ്സും ആണ് കേട്ടോ എനിക്ക് വരുന്നത് വർക്ക്. ഇവിടെ പിന്നെ ക്രിസ്ത്യൻസ് കുറവാണ്, ക്രിസ്ത്യൻസ് അധികം ഇല്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ ലുക്ക് ഞാൻ അധികം ചെയ്തിട്ടില്ല, 1-2 വർക്ക് തന്നെ ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല, കുറച്ച് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് ഹിന്ദു ബ്രൈഡ്സ് തന്നെയാണ്. ഹിന്ദു ബ്രൈഡ്സും മുസ്ലിം ബ്രൈഡ്സും അത്യാവശ്യം വരുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് ഹിന്ദു ബ്രൈഡ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പാർലറിൽ വന്ന് ചെയ്യുന്ന വർക്ക്സും ഉണ്ട്. അതായത് ബ്രൈഡ്സ് പാർലറിൽ വന്നും ചെയ്യും, നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ടും ചെയ്യുന്ന വർക്ക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പക്ഷേ പാർലറിൽ വന്ന് ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് നല്ലത്, ബ്രൈഡ്സിനാണെങ്കിലും നല്ലത്. കാരണം വീട്ടിലൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും കല്യാണ വീട് എന്ന് പറയുമ്പോൾ തിരക്കുണ്ടാവും. അതുപോലെ രാവിലെ നേരത്തെ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ അവിടെ വന്നിട്ടുള്ള റിലേറ്റീവ്സൊക്കെ കിടന്നുറങ്ങുന്നുണ്ടാവും, അവർക്ക് ഡിസ്റ്റർബൻസ് ആവും, നമ്മൾക്കും ഡിസ്റ്റർബൻസ് ആവും. മിറർ കറക്റ്റായിട്ടുണ്ടാവില്ല, ലൈറ്റ് കറക്റ്റായിട്ടുണ്ടാവില്ല, ചെയർ കറക്റ്റായിട്ടുണ്ടാവില്ല. പിന്നെന്താ, ഫ്ലഗ് പോയിൻ്റ് അങ്ങനെ നമ്മളുടെ ഡ്രയർ കുത്തുമ്പോഴേക്കും ചിലപ്പോൾ ഷോർട്ടായി പോവും കറണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് മാക്സിമം പാർലറിൽ വന്ന് ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. പിന്നെ അങ്ങോട്ട് പോയും ചെയ്ത് കൊടുക്കും. കാരണം എല്ലാ ബ്രൈഡ്സിനും ഇപ്പോൾ പാർലറിലോട്ട് വന്ന് ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാ ബ്രൈഡ്സിനും അത് ഓക്കെ ആയിരിക്കില്ല. കാരണം രാവിലെ നേരത്തെ വരുന്നതൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അങ്ങോട്ട് പോയും ചെയ്തു കൊടുക്കും. പക്ഷെ മാക്സിമം പാർലറിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി നേരത്താണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ചാർജ് പറയും. പിന്നെ ചില ബ്രൈഡ്സ് പൂവ് നമ്മളുടെ അടുത്ത് കൊണ്ടുവരാൻ പറയാറുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ കറക്റ്റായിട്ട് തിക്കായിട്ട് കിട്ടില്ല പൂവ്. അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് വയ്ക്കാൻ പറ്റില്ല. തിക്കായിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വയ്ക്കാനായിട്ട്, ഒരു ഫിനിഷിങ് ടച്ച് കിട്ടാത്തതുപോലെ. അപ്പോൾ ഇതുപോലെയൊക്കെ ഭംഗിയായിട്ടൊക്കെ വയ്ക്കണമെങ്കിൽ പൂവ് കുറച്ച് തിക്കായിരിക്കണം. അപ്പോൾ ചിലവർ മുട്ട് വാങ്ങിച്ച് കെട്ടാറുണ്ട് ബ്രൈഡ്സിൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിക്കായിട്ട് അവർ കെട്ടി വയ്ക്കും. ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുള്ളൂ, നമുക്ക് തിക്കായിട്ട് തന്നെ കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് പോവുക ചെയ്യാം. നമ്മളുടെ വർക്കിൽ വരുന്നത് ഹെയർ സ്റ്റൈല്, ഫേസ് മേക്കപ്പ്, ഓർണമെൻറ്റ്സ് സെറ്റിങ്, സാരി ഡ്രേപ്പിങ്, ഫ്ലവർ സെറ്റിങ്, അങ്ങനെ ഇതെല്ലാമാണ് കേട്ടോ മോർണിംഗ് വർക്കിൽ വരുന്നത്. ഇത് കംപ്ലീറ്റ് ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ ചാർജ് പറയുക. പിന്നെ ഓർണമെൻറ്റ്സ് വല്ലതും നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റെൻറ്റും കൂടെ എക്സ്ട്രാ വരും. ഇതെല്ലാം എൻ്റെ ഹാപ്പി ബ്രൈഡ്സാണ് കേട്ടോ. എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ചിലവർ പറയും കുറച്ച് ഹെവി മേക്കപ്പ് വേണമെന്ന്, ചിലവർ പറയും ലൈറ്റ് മേക്കപ്പ് മതിയെന്ന്. അതുപോലെ ചിലവർ ഹെയർ സ്റ്റൈലും അതുപോലെ ഓരോ രീതികൾ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ ഫേസിന് ആപ്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്തു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അത് മാച്ച് ആവില്ല,
അപ്പോൾ നമുക്ക് വേറെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ ചിലവർ ഓക്കെ പറയും, ചിലവർ വേണ്ട ചേച്ചി ഇങ്ങനെ തന്നെ മതി എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കും. കല്യാണ ദിവസം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അവർ തൃപ്തിയോടുകൂടെ നിൽക്കണമല്ലോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രസൻസ് ആയിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മാക്സിമം അവർക്കനുസരിച്ചിട്ട് ചെയ്തു കൊടുത്താലാണ് അവരുടെ ഫേസിൽ ആ ഒരു ഗ്ലോ ശരിക്കും അറിയുക. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എൻ്റെ പഴയ ബ്രൈഡാണ് കേട്ടോ, ഇപ്പോഴത്തെ അല്ല. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടപ്പോൾ അതിൽ കയറി വന്നതാണ്. അപ്പോൾ കുറച്ച് മുമ്പത്തെ ബ്രൈഡായത്. പിന്നെ നമ്മൾ മാക്സിമം എല്ലാവിടേക്കും പോകും കേട്ടോ. അതായത് തമിഴ്നാടാണെങ്കിൽ കോയമ്പത്തൂർ, പൊള്ളാച്ചി, തിരുപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരെയും പോയിട്ടുണ്ട്. പിന്നെ കേരളത്തിലാണെങ്കിൽ പിന്നെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയും നമ്മൾ പോകും. അതിനുള്ള ട്രാവലിംഗ് ചാർജ് വാങ്ങിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് ചെയ്ത വർക്കാണ്. അതായത് അന്ന് എനിക്ക് 2-3 വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോൾ എൻ്റെ ഫ്രണ്ടിനെയും കൂടെ വിളിച്ചു. ഞാനങ്ങനെ എക്സ്ട്രാ വർക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെയാണ്, ഞങ്ങളൊരു 3 പേരുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ വർക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതിൽ. ഇത് ഞങ്ങൾ ക്യാമറമാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കയറി എടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബ്രൈഡ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം, എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.